അതെ, ശരിയാണ് മക്കളെ. ഇത് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് 45 മാർക്കിൽ കൂടുതൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. 80 മാർക്കിന്റെ പരീക്ഷയിൽ പകുതിയിൽ കൂടുതൽ മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഷമീം സാർ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓരോ ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു പോകേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചാപ്റ്റർ മാതൃഭൂമിയിൽ നിന്ന് നിർബന്ധമായിട്ടും ആസ്വാദന ടിപ്പണി പഠിച്ചിട്ടുണ്ടാവണം. 6 മാർക്കിന്റെ ചോദ്യമാണ്, അതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഓക്കെ, അടുത്തത് ബേട്ടി കെ നാം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ക്യാരക്ടർ സ്കെച്ച് 4 മാർക്കിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. എന്തായാലും ബഹാദൂർ ഷാ സഫറിന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കും, ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഒഴിച്ചുകൂടാനാവാത്ത ചോദ്യമാണ്. 4 മാർക്ക് പഠിച്ചു വെച്ചോ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും 4 മാർക്ക് കിട്ടും. പിന്നെ മേരെ ഭാരത് വാസിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും 6 മാർക്കിന് സംക്ഷേപൺ കരേം എന്നുള്ള ചോദ്യം ഉണ്ടാകും, അതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഓക്കെ, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിന്റെ ബലത്തിൽ പറയാണ് മക്കളെ, സംക്ഷേപൺ കരേം എന്നുള്ള ചോദ്യം 6 മാർക്കിന് ചോദിച്ചിരിക്കും, അതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അപ്പൊ നമുക്ക് തരുന്ന പാരഗ്രാഫ് ഏതാകും എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. എല്ലാവരും എന്ത് ചെയ്യണം, ഭാരത് കി സേവ എന്ന് പറയുന്ന ഒരു പാരഗ്രാഫ് ഉണ്ട്, അത് നിർബന്ധമായിട്ടും പഠിക്കുക. അതിൽ നിന്ന് എന്നായിരിക്കും മിക്കവാറും സംക്ഷേപൺ കരേം എന്നുള്ള ചോദിക്കുക. അടുത്തത് സൂര്യനാമേ പെഹലാദിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഒരു ഡയറി അല്ലെങ്കിൽ ലെറ്റർ 8 മാർക്കിന് ചോദിക്കാം. ലേഖകന്റെ ഡയറി അല്ലെങ്കിൽ ലെറ്റർ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ടുണ്ടാവണം. അതല്ലാതെ അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ട്, വാർത്താലാപ് ഉണ്ട്, അതുപോലെ തന്നെ പ്രസംഗം നമുക്ക് പഠിക്കാണ്ട്. അതൊന്നും പഠിച്ചില്ലെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഡയറി അല്ലെങ്കിൽ ലെറ്റർ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചിട്ടേ പോകാവൂ. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആട്ടോ. അടുത്തത് മേരെ ലാൽ എന്ന് പറയുന്ന പദ്, 2 പദ് നമുക്ക് പഠിക്കാണ്ടില്ല. 2 പദിന്റെ ഭാവാർത്ഥം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. 6 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഷുവർ ആയിട്ടും എന്ത് ചെയ്യും, ഒരു പദ് തന്നിട്ട് ഭാവാർത്ഥം എഴുതാനുള്ള ചോദ്യം ഉണ്ടാകും. ഓക്കെ, ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. അടുത്തത് ദോസ്തി എന്ന് പറയുന്ന നമ്മുടെ സിനിമാ പാട്ട് അല്ലെ, അതിൽ നിന്ന് ഒരു ടിപ്പണി ചോദിക്കും. 4 മാർക്കിനോ അല്ലെങ്കിൽ 6 മാർക്കിനോ ഒക്കെ ചോദിക്കാം. അതായത് ആ ആസ്വാദന ടിപ്പണി ചോദിക്കാം. അതായത് ആ സിനിമാ പാട്ടിന്റെ ആസ്വാദന ടിപ്പണി ചോദിക്കാം, അല്ലെങ്കിൽ ജനറൽ ആയിട്ട് ദോസ്തി കെ ബാരേമേ, ദോസ്തി കി വിശേഷത അപ്പർ ടിപ്പണിയിലേക്കാം, അങ്ങനെയുള്ള ചോദ്യം വരാം. ഓക്കെ, അപ്പൊ നിർബന്ധമായിട്ടും ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോകണം. അതുപോലെ മൻസിൽ കി ഓർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്നും ശബ്ദ ജോടെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, അതിൽ എന്തായാലും ഒരു മാറ്റം ഉണ്ടാവില്ല. 8 മാർക്കിന്റെ ചോദ്യം അവിടെയും കൺഫേം ആണ്. ഏറ്റവും ലാസ്റ്റ് സെഷനിലായിരിക്കും ആ ഒരു ചോദ്യം ഉണ്ടാവുക. അത് നിങ്ങൾക്ക് ഓൾറെഡി +1 നിങ്ങൾ എഴുതി പരിചയമുള്ളതാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. ഓക്കെ, പിന്നെ അത് കൂടാതെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഒരു ഫോർമാറ്റ് പഠിച്ചിട്ട് പോവുക. വിജ്ഞാപൻ, പരസ്യം, അഡ്വർടൈസ്മെന്റ് ഷുവർ ക്വസ്റ്റ്യൻ ആണ് 8 മാർക്കിന്. അതുപോലെ അനുച്ഛേദ ലേഖൻ, ഒരു സാഹിത്യകാരനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ തരും, ജീവൻ വൃത്ത് തരും, എന്നിട്ട് അതെന്ത് ചെയ്യണം, അനുച്ഛേദ ലിഖയം എന്നുള്ള രൂപത്തിൽ പരീക്ഷയ്ക്ക് ചോദിക്കും. 4 മാർക്കിനായിരിക്കും. അതുപോലെ പോസ്റ്ററും ഷുവർ ക്വസ്റ്റ്യൻ ആണ്, 6 മാർക്കിന്റെ പോസ്റ്റർ. നിങ്ങൾ സൂര്യനാമയം പെഹലാദിൻ എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് പഠിച്ചു വെക്കോ. ഉറപ്പായിട്ടും എന്ത് ചെയ്യും, നിങ്ങൾക്ക് പോസ്റ്റർ ചോദിക്കും. 6 മാർക്കിനായിരിക്കും. ടോട്ടൽ 60 മാർക്ക് വരെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ കിട്ടും. അപ്പൊ ഇത് ഇതേപോലെ വരാനുള്ള സാധ്യത, എങ്കിലും ഞാൻ പറയുന്ന ഒരു 45 മാർക്ക്, അതിനേക്കാൾ കൂടുതൽ മാർക്ക് ഇത് മാത്രം പഠിച്ചാൽ ഷുവർ ആയിട്ടും കിട്ടും. ഷമീം സാറിന്റെ വാക്കാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഹിന്ദിയിൽ നമുക്ക് ഫുൾ മാർക്ക് സെറ്റ് ആക്കണം, ബാക്കി നമുക്ക് മാരത്തോണിൽ എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.